ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 15 നോമ്പിൻ്റെ 7-ാം ദിവസത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. യഹൂദയിൽ ആത്മീയമായും സാമൂഹ്യപരമായും നിലനിന്ന അശാന്തിയുടെയും സംഘർഷത്തിൻ്റെയും കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം മടങ്ങിവന്ന ജനത്തെ അഭിസംബോധന ചെയ്യുന്ന ഭാഗമാണ് യെശയ്യാവ് 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ. പ്രവാസത്തിൽ നിന്നും തങ്ങളുടെ നാട്ടിലേക്ക് തിരികെ വന്ന അവർ മുടങ്ങിക്കിടന്നിരുന്ന ഉപവാസവും ആരാധനയും എല്ലാം പുനരാരംഭിച്ചു. എങ്കിലും അവരുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിങ്കലേക്ക് മടങ്ങിയെത്തിയിരുന്നില്ല. ദരിദ്രരെയും അനാഥരെയും ചേർത്ത് നിർത്താതെ അവഗണിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും എന്നാൽ മറുവശത്ത് ദൈവത്തിന്റെ പ്രസാദത്തിനായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന യഹൂദ ജനത്തോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിലൂടെ വെളിവാകുന്നത്. എന്താണ് ദൈവത്തിന് പ്രസാദകരമാകുന്ന ആരാധനയും ഉപവാസവും? എങ്ങനെയാണ് ദൈവത്തിന്റെ വെളിച്ചം നമ്മിൽ ഉദിക്കുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ നാം ധ്യാനിക്കുന്നത്. യെശയ്യാവ് 58-ൽ ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം തങ്ങളുടെ യാഗങ്ങളിലും ഉപവാസങ്ങളിലും ശ്രദ്ധിക്കാത്തത്? ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ അവരോട് സംവദിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പുറമേയുള്ള മോടികളിലും പ്രകടനങ്ങളിലുമല്ല ദൈവം പ്രസാദിക്കുന്നത്, മറിച്ച് ആത്മാർത്ഥവും യഥാർത്ഥവുമായ സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം പ്രസാദിക്കുന്നത്. അന്യായ ബന്ധനങ്ങളെയും നുകത്തിന്റെ അമിക്കയറുകളെയും അഴിക്കുകയും പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുകയും ചെയ്യുന്നതാണ് യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശക്കുന്നവന് അപ്പം കൊടുക്കുന്നതും സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ. അപ്പോഴാണ് നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നത്. പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞു പോയ മനുഷ്യരിൽ സാധുക്കളും അനാഥരുമായി പോയവരെ കരുതുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. അത് നിവർത്തിക്കാതെ കഴിക്കുന്ന ഏത് പ്രാർത്ഥനകൾക്കും ഉപവാസങ്ങൾക്കും നേരെ ദൈവം മുഖം തിരിക്കും. അനാഥരെയും വിധവകളെയും ചൂഷണം ചെയ്യാതെ അവരുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മുകളിൽ യഹോവയുടെ മഹത്വം ഉദിക്കും. പല കാരണങ്ങളാൽ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോയവരും നിരാലംബരുമായ മനുഷ്യരെ കരുതുകയും ചേർത്തണയ്ക്കുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് കർത്താവ് പ്രഖ്യാപിച്ചത്. കരുണയും ആർദ്രതയും ഇല്ലാതെ നാം നടത്തുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും അപൂർണമാണ്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച സമയത്ത് അവനോട് പറയുന്നത്, നീ സകല ജനങ്ങൾക്കും അനുഗ്രഹമാകണം എന്നാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പങ്കുവെക്കണം എന്നാണ് ദൈവം പറയുന്നത്. നമുക്ക് ദൈവം നൽകിയ സമയം, ധനം, വിദ്യാഭ്യാസം, വൈദഗ്ധ്യങ്ങൾ എല്ലാം അനേകർക്കായി ആർദ്രതയോടെ പങ്കുവെക്കുന്നതാണ് ദൈവിക നന്മകളുടെ അടിസ്ഥാനം. ചൂഷണത്തിന് ഇരയായവരെ കൂടുതൽ ദുർബലരാക്കുവാൻ നമ്മുടെ പ്രവൃത്തികൾ കാരണം ഇടയാകരുത്. അവരെ അനുഭാവപൂർവ്വം ചേർത്ത് പിടിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷത അവൻ സ്നേഹവും കരുണയും ഉള്ള ദൈവമാണ് എന്നതാണ്. അവൻ ജനത്തിന്റെ കഷ്ടതയിൽ മനസ്സലിവുള്ളവനാണ്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകിയ സന്ദേശം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമായി പ്രകാശിക്കട്ടെ. കഷ്ടത്തിലിരിക്കുന്നവരെയും ചൂഷണത്തിൽ ഇരയായവരെയും ചേർത്ത് പിടിക്കുന്നതിലൂടെ നമ്മുടെ ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും ഉപവാസങ്ങൾക്കും അർത്ഥവും വ്യാപ്തിയും ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ കാരുണ്യവാനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കേവലം ഭക്തി പ്രകടനങ്ങളാകാതെ ദരിദ്രരെയും വേദനയിലായിരിക്കുന്നവരെയും ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സൊരുക്കം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.